കങ്കു ഈ പെണ്ണുങ്ങൾ ഒരുങ്ങി അടിക്കുന്ന സമയം. കങ്കു ഓ എന്നെ കല്യാണം കഴിക്കാനായിട്ട് ഒത്തിരി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു ഹിന്ദിക്കാരെ കല്യാണം കഴിച്ച എന്നെ പറയണം. ഒരുങ്ങി എടുക്കുന്ന സമയം. ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നേരത്തെ എത്തത്തില്ല. കങ്കു വീട്ടിലോട്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങാനായിട്ട് പുറപ്പെട്ട ഇങ്ങനെയാണ് ഒരുങ്ങുന്നത്. പെട്ടെന്ന് വാ, നമുക്ക് ഒരുപാട് സ്ഥലത്തിൽ പോകാറുണ്ട്. ഇതാണ് പട്ടണം, മനസ്സിലായോ? കണ്ടോ, വലിയ വലിയ കട്ടടങ്ങള്, വലിയ വലിയ സാപ്പാട് അടിക്കുന്ന ഹോട്ടല് കണ്ടില്ലേ? ഇതാണ് പട്ടണം. എത്ര നീളത്തിലുള്ള ബസ്സായത്? ബസ്? ഓ അതോ ഇടി വണ്ടി, അത് ബസ്സല്ല, പിന്നെ അതാണ് റെയിൽ വണ്ടി. റെയിൽ വണ്ടി? അച്ഛാ 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 എന്ത് സ്നേഹം കൂടിയോ? അയ്യേ, ഞാൻ അച്ഛ അച്ഛ പറഞ്ഞത് അങ്ങനെയാണോ? അത് ഇന്ത്യ. ഓ ഇന്ത്യ ആയിരുന്നു, ഞാൻ അയ്യോ, അങ്ങോട്ട് നോക്കുന്നേ, എത്ര വല്ല പറക്കുന്ന വീടാത്. ചേട്ടാ ചേട്ടാ, അതില് എത്ര മുറികൾ ഉണ്ടാകുന്നേ? പറക്കുന്ന വീടാ? അതോ അങ്ങോട്ട് നോക്ക്. അതോ അതാണ് ആകാശത്തിൽ പറക്കുന്ന വിമാനം. വിമാനോ? കാരപ്പട്ടി ഗ്രാമത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ഓരോന്ന് പറയും. ചേട്ടാ ചേട്ടാ, ഈ വിമാനോ, ഇത്ര വലിയ വിമാനം എങ്ങനെയാ ഈ ചുണ്ണാമ്പ് അടിക്കുന്നത്? വിമാനത്തിന് ചുണ്ണാമ്പ്? അതെ. ഓ നീ ഇപ്പൊ കാണുമ്പോഴല്ലേ അത് വലുതായിട്ടിരിക്കുന്നേ. മേലോട്ട് പോകുമ്പോ ചെറുതാകും. അപ്പൊ പ്രസ് എടുത്ത് ഒറ്റയടി, മനസ്സിലായോ? അതാ ഈ പട്ടണത്തിന്റെ ആൾക്കാരെ ചർച്ച നടക്കുന്നത്. ചേട്ടാ ചേട്ടാ, അങ്ങോട്ട് നോക്കി ആരോ വരുവാ. അവരോട് പോയിട്ട് ഈ മനുഷ്യന്മാരെ തൂക്കിയിടുന്ന കട എവിടെ ചോദിച്ചിട്ടുള്ള? അതെ, ഈ പടം എടുത്ത് മനുഷ്യന്മാരെ തൂക്കിയിടുന്ന കട എന്താന്ന് ഞാൻ പോയി ചോദിക്കാം. ചേട്ടന്മാരെ, ചേട്ടാ ചേട്ടാ, ഇനി അത് ചേട്ടന്മാരല്ല, ചേച്ചിമാരാ. എന്തൊരു കോളായത്, ആണോ അല്ലാതെ പെണ്ണല്ലാതെ. ചേട്ടാ എന്ത് ചേട്ടാ, എന്ത് കൊള്ള, എനിക്ക് ആ ഉടുപ്പ് മേടിച്ച് തരാമോ? എന്റെ കഷ്ടകാലത്ത് പോയി ചോദിച്ചോ. ചേച്ചി ചേച്ചി, ഈ മനുഷ്യന്മാരെ തൂക്കിയിടുന്ന കട എവിടെ അറിയാവോ ചേച്ചി? വട്ടോ? അടി, എനിക്ക് വട്ടാണോ? അടി, നിക്കടി നിക്കടി അവിടെ. ഓ അതോ വട്ടെന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കില്ല. ഇംഗ്ലീഷിലെ വട്ടെന്ന് പറഞ്ഞാൽ നീ എനിക്കറിയാം. അതെ അതെ, മുഴുവൻ വട്ട് തന്നെ. ശരി വാദേ, അവിടെ കാണുന്നതാണ് ഈ മനുഷ്യന്മാരെ പടം എടുത്ത് തൂക്കിയിരുന്ന കടയാന്ന് തോന്നുന്നു. ഞാൻ പോയി നമ്മളൊന്ന് ചെന്ന് നോക്കാം. വാ, ഇതിന്റെ ഒട്ടകട്ടെ കയറി. ഇതായിരിക്കും മനുഷ്യന്മാരെ തൂക്കിയിരുന്ന കട. വാ. വാ മക്കളെ, വാ മക്കളെ. എന്താ ഫോട്ടോ എടുക്കാം? ഇത് നിന്റെ പാറപ്പട്ടി ഗ്രാമമല്ല കേട്ടോ, പട്ടണമാണ്. ഇങ്ങനെ വിളിച്ചാ പോയേക്കരുത് കേട്ടോ. ഞാൻ പോയി ചോദിച്ചിട്ട് ചേട്ടാ, ഈ മനുഷ്യന്മാരെ പടം എടുത്ത് തൂക്കിയിടുന്ന കട ഇതല്ലേ? ഫോട്ടോ എടുക്കുന്ന ആ പോട്ടാ 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 പോട്ടാ, അത് തന്നെ. ഞങ്ങളെ വന്ന് ഫോട്ടോ എടുത്ത് തൂക്കിയിടണം. വലുതായി എത്ര രൂപയാവും? 30 രൂപ.
30 രൂപയോ? ആ 30 രൂപ ഉണ്ടെങ്കിൽ എന്റെ ചേട്ടനെ ഞാൻ 4 കൊണ്ട് മേടിക്കും. ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. മാറ്റിട്ട് നമുക്ക് പോവാം. ഒരു 10 രൂപ പോട്ടെ, ഒരു 20 രൂപ. 20 രൂപ 20 രൂപ പറ്റില്ല. 15 രൂപ. ആട്ടെ, എന്നാ അവിടെ അവിടെ ഇങ്ങോട്ട് അവിടെ ഒരു കാര്യം ഇതൊരു കോളൊക്കെട്ടുണ്ടെന്ന് തോന്നുന്നേ. ഒരു നാടൻ കോളം. അതെയോ? ആ, എന്നാ പിന്നെ നടക്കട്ടെ, കാര്യം നടക്കട്ടെ. ഞാൻ വെക്കാം. നിങ്ങൾ താഴോട്ടിരുന്നോ? അവിടെ കസേരയിലോട്ടിരുന്നു. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഞങ്ങൾ നാട്ടിലൊക്കെ ഇവിടെ നിന്നാ കഞ്ഞി കുടിക്കുന്നു. ഇതുപോലെ അവിടെ ഇരുന്ന ഫോട്ടോ എടുത്താൽ ശരിയാകത്തില്ല. ആ കസേരയിലോട്ട് കയറി. അതൊക്കെ ശരി, അതൊക്കെ ശരി. നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. കയറി ഇരിക്കും. അങ്ങോട്ട് കയറി, അങ്ങോട്ട് കയറി. ഇവിടെയൊക്കെ ഇതെന്തൊരു ഇരുത്തമാ. ആ മത്തങ്ങ മുമ്പളെ താഴെ അമ്പളക്കല്ല വന്നേക്ക്. 15 രൂപയാ തരുന്നേ. മത്തങ്ങ പോരണം, എന്റെ കൊട പോരണം, പിന്നെ എന്റെ മുടി പോരണം. എനിക്ക് നാടൻ ആൾക്കാരാന്ന് തോന്നുന്നില്ലേ? ഇതെന്നാ പോലെ തിരിഞ്ഞിരിക്കുന്നേ? അതെ, 15 രൂപ തന്നെ. ഞങ്ങൾ മുൻവശം വരണം, പുറവശം വരണം. അതെങ്ങനെയായാലും ചെയ്യാം. പട്ടണത്തിൽ ഒരു പടം എടുക്കണമെന്ന് എന്തൊക്കെ പോലെ ഇങ്ങോട്ട് 15 രൂപ തരേണ്ടി. ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരിക്കും, മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അവിടെ പോയി നശിപ്പിക്കില്ല. ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എങ്ങനെയാണോ ഈ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കുന്ന ഉള്ളിൽ നിന്ന് വേണം ചിരിക്കാൻ. ആ ഉള്ളിൽ നിന്ന് വേണം ചിരി. ഒരു 5 മിനിറ്റ് സാധനം. ഉള്ളിൽ നിന്ന് ചിരി പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നാണ് ചിരി വരേണ്ടത്. സമാധാനത്തിന്റെ ആ ചിരിയാ വരേണ്ടത്. ആ ഹൃദയത്തിൽ നിന്ന്. അതെ, നാട്ടിലെ ഏറ്റവും നല്ല ചിരി വെള്ളയാണ്. അതുകൊണ്ടിട്ടാണ് ഇവിടെ കെട്ടിയത്. അതൊക്കെ ശരിയാ. പക്ഷെ ഈ പുറമെ കാണുന്ന ചിരി മാത്രമല്ല ചിരി. ചിരി ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയോ? നമ്മുടെ റേഷൻ കടയുടെ 3-ാമത്തെ 4-ാമത്തെ വീട്ടിൽ അവന്റെ പേരെന്തായിരുന്നു? അതല്ല, നമ്മുടെ വീട്ടിലെ തൊട്ട് 4-ാമത്തെ വീട്ടിൽ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരു വീടുണ്ടല്ലോ. അല്ല, ഞാൻ കേട്ടിട്ടില്ല. അല്ല, നോക്കിക്കോ. ഇനി ആരെങ്കിലും ഉണ്ടോന്ന് പരിചയത്തിന് ഒന്നോട് ശ്രമിച്ചോ? അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയത്തില്ല. നിങ്ങള് പാപികളാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ഞങ്ങൾ പാപികളാണ്. രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു, ശമ്പളമൊക്കെ ഉണ്ടാക്കി വരുന്നു, വൈകിട്ട് കഞ്ഞി കുടിക്കുന്നു. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല. ഞങ്ങൾ എങ്ങനെയാ പാപികളാണ്? എന്നാൽ സത്യവേദപുസ്തകം പറയുന്നു, സകല മനുഷ്യരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാകുന്നു യേശു ക്രിസ്തു, സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഈ ക്രൂശിന്മേൽ കയറി 3 ആണിമേൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപം മാറിക്കിട്ടുന്നു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്നാൽ ആ ഹൃദയത്തിൽ നിന്നുള്ള ചിരി, ആ സമാധാനത്തിന്റെ ചിരി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഇപ്പോൾ സ്വീകരിച്ചു, എന്നാൽ അത് വായ കൊണ്ട് ഏറ്റു പറയണം.
വായുകൊണ്ട് ഏറ്റു പറയുന്നതും മാത്രം പോരാ, അവന്റെ കൽപ്പനകളും അനുസരിക്കണം. കൽപ്പനകൾ അനുസരിച്ച് ദുർമാർഗങ്ങളെ വിട്ട് അവന് വേണ്ടിയായി ജീവിക്കണം. എന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥമായ സമാധാനത്തിന്റെ ആ ചിരി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വരും. സഹോദരൻ നോക്കി, ഇനി ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അയാൾ പറഞ്ഞു കേട്ടല്ലോ. ഇനി ഇതിലൊന്ന് നേരെ ഇരിക്കാം. ഉള്ളിൽ നിന്ന് ആ ചിരി വരട്ടെ. ചെറുതായി ഓ, പണ്ടത്തേൽ എന്തോ ഒരു ഭേദം. മാറ്റം സന്ധ്യയൊക്കെ എന്റെ കയ്യിൽ ചോദിച്ചോളാം. അതെ, എപ്പോഴും നീയല്ലേ എന്നെ അയക്കാറുള്ളൂ. കാശ് മേടിക്കുന്നതോടെ രണ്ടാമത് തീരുമാനിച്ചു. അതെ, എപ്പോഴും നീയല്ലേ എന്നെ അടിക്കാറുള്ളത്. ഞാൻ ഒന്നുകൂടെ അടിച്ചോട്ടെ. പ്രിയ മക്കളെ, ഇവർക്ക് കിട്ടിയ ഈ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വരണമെന്ന താല്പര്യമുണ്ടോ? എന്നാൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക, അവന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവന് വേണ്ടിയായി ജീവിക്കുക. എന്നാൽ യഥാർത്ഥമായ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ